പിതാവിനെ അമ്മ കോടാലിക്ക് വെട്ടിക്കൊല്ലുന്ന കണ്ടു എന്ന് 9ാം ക്ലാസ്സുകാരൻ്റെ മൊഴി. കോട്ടയം അഡീഷണൽ ജില്ലാ ജഡ്ജിയുടെ മുമ്പിലാണ് 9ാം ക്ലാസ്സുകാരൻ ഈ മൊഴി കൊടുത്തത്. 2021 ഉണ്ടായ ഒരു സംഭവം ഇതാണ്. കോട്ടയത്തെ പെരുങ്കാവ് എന്ന സ്ഥലത്ത് അവിടെ മാത്യു എബ്രഹാം എന്ന ഓട്ടത്തൊഴിലാളി, 48 വയസ്സുണ്ട്. അയാളെയാണ് കിടപ്പുമുറിയിൽ കോടാലിക്ക് ഭാര്യയെ വെട്ടിക്കൊന്നത്. ഉറങ്ങിക്കിടന്ന അദ്ദേഹത്തിനെ കോടാലി കൊണ്ട് ഭാര്യയെ വെട്ടിക്കൊന്ന് വെട്ടേറ്റ കൊച്ച് എന്ന് വിളിക്കുന്ന മാത്യു എബ്രഹാം കട്ടിൽ നിന്ന് താഴെ വീണു. താഴെ വീണപ്പോഴും വീണ്ടും കഴുത്തിന് കോടാലി കൊണ്ട് വെട്ടിക്കൊന്നു. ഭാര്യ റോസന്ന, 45 വയസ്സുണ്ട്, അവരാണ് ചെയ്തത്. അന്ന് 6 വയസ്സുള്ള കൊച്ചിനെയും വിളിച്ചുകൊണ്ട് അവരാ വീട് വിട്ടു പോയി. പെരുങ്കാവ് കവലയ്ക്ക് സമീപത്ത് വെളുപ്പാങ്കാലത്ത് അമ്മ റോസന്നയും ഈ കൊച്ചു നിൽക്കുന്ന കണ്ടവരുണ്ട്. അന്ന് രാത്രി ഉണ്ടായ സംഭവത്തിന് ശേഷം ഇവർ വീട് വിട്ടു പോയി. ഈ കേസിനെ കൊല്ലപ്പെട്ട മാത്യു എബ്രഹാം എന്ന ഷിജു അയാൾ നല്ല ഒരു അധ്വാനിയായിരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്, നല്ലതായിട്ട് ചിന്തിക്കുന്ന ആളാണ്. അയാൾക്ക് മറ്റ് കുടുംബ പ്രശ്നമൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കോട്ടയത്തെ അനാഥാലയത്തിൽ നിന്നൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ആ കുട്ടിയാണ് റോസന്ന. തമിഴ്നാട്ടുകാരിയാണ്, അനാഥാലയത്തിലാണ് വളർന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല, കുടുംബ പ്രശ്നം ഉണ്ടായില്ല, അടങ്ങി ഒതുങ്ങി തൻ്റെ കൂടെ നിന്നോളും എന്ന് ആ പാവം കരുതി അനാഥാലയത്തിൽ ചെന്നു. ഈ കുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതിനെ വിവാഹം കഴിച്ചു. ബന്ധുക്കളാരും അധികം അറിഞ്ഞില്ല, സുഹൃത്തുക്കളും അറിഞ്ഞില്ല. പെൺകുട്ടിയെ വിവാഹം ഒരു ചടങ്ങ് പോലെ നടത്തിയിട്ട് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു 9 വർഷം മുമ്പ്. അതിനുശേഷം ഒന്നിച്ച് താമസിച്ചു. ഒരു കുട്ടിയുണ്ടായി, ആൺകുട്ടി. അതിനുശേഷം ചില മാനസിക അസ്വസ്ഥതകൾ കാണിക്കാൻ തുടങ്ങി. ഈ പെൺകുട്ടിക്ക് അനാഥാലയത്തിൽ വളർന്നപ്പം മാനസിക അസ്വസ്ഥത ഉണ്ടാകുന്ന കാര്യം അവരാരും ഇയാളോട് പറഞ്ഞില്ല. ഇയാൾ സ്വീകരിക്കട്ടെ, പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോട്ടെ, ആ കുട്ടിക്ക് ഒരു നല്ല ജീവിതം കൊടുക്കട്ടെ എന്നൊക്കെ ആയിരിക്കും അവർ ഉദ്ദേശിച്ചത്. പക്ഷേ വീട്ടിൽ വന്ന ശേഷം പ്രത്യേക സ്വഭാവവിശേഷം മനസ്സിലായി. വീട്ടിലാരെയും കയറ്റില്ല, ബന്ധുക്കളെ കയറ്റില്ല, അവർ വരുന്നത് ഇഷ്ടവുമല്ല. ഏതായാലും ജോയൽ മാത്യു എന്ന് പറഞ്ഞ കുട്ടിയുണ്ടായി. ഇപ്പോൾ 9ാം ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നത്. അമ്മ അച്ഛനെ കോടാലി കൊണ്ട് കൊന്ന ശേഷം ഈ കുട്ടി അനാഥാലയത്തിൽ പോയില്ല. ബന്ധുക്കൾ തന്നെ, അമ്മയ്ക്ക് സംഭവിക്കാതിരിക്കും അവരുടെ ബന്ധുക്കൾ ഈ കുട്ടിയെ സംരക്ഷിച്ചുകൊണ്ട് പോന്നു. ആ കുട്ടിയെ വളർത്തുകയാണ്. ആ വീടിനടുത്ത് തന്നെയാണ് ഈ മാത്യു എബ്രഹാത്തിൻ്റെ സഹോദരനും ഭാര്യയും താമസിക്കുന്നത്. രാവിലെ ആയിട്ട് വീട്ടിലെ ശബ്ദവും ബഹളമൊന്നും കേൾക്കാത്തതുകൊണ്ട് സഹോദരൻ്റെ ഭാര്യ മറിയാമ്മ അവിടെ വന്ന് നോക്കിയപ്പോഴാണ് കട്ടിലിന് താഴെ വെട്ടേറ്റ് കിടക്കുന്ന കണ്ടത്. അവരവിടെ കിടന്ന് നിലവിളിച്ചു ഒച്ച വെച്ചു. ആൾക്കാർ ഓടിക്കൂടി. ഉറങ്ങിക്കിടന്ന ഷിജുവിനെയാണ് രാത്രി കൈക്കോടാലി കൊണ്ട് വെട്ടിക്കൊന്നതെന്ന് മനസ്സിലായി. പോലീസ് വന്നു. അപ്പോഴാണ് കട്ടിൽ കിടന്ന ആൾക്ക് കട്ടിൽ വെച്ച് തന്നെ വെട്ടേറ്റെന്നും പിന്നെ കട്ടിലിൽ നിന്ന് താഴെ വീണപ്പം താഴെ ഇട്ടും കോടാലി കൊണ്ട് വെട്ടിയെന്നുമാണ് പറയുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെ കോട്ടയത്തെ അനാഥാലയത്തിൽ നിന്നൊരു പെൺകുട്ടി വന്നാൽ മറ്റു കുടുംബ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് സാമാന്യഗതിക്ക് നമ്മൾ ചിന്തിക്കും. ബന്ധുക്കളില്ല, ആരുമില്ല, ആവശ്യമില്ലാതെ വന്ന് പ്രശ്നം ഉണ്ടാക്കില്ല. അത് തന്നെയല്ലേ വിവാഹം കഴിച്ച ശേഷം ഈ കുട്ടി ആ വീട്ടിൽ ആരും കയറ്റുന്നുമില്ല. അതൊരു നല്ല ലക്ഷണമായിട്ട് തന്നെ അയാൾ കണക്കാക്കിയിട്ടുണ്ടാവും. കാരണം സ്വന്തമായ ഒരു ജീവിതം, എന്തായാലും പ്രതീക്ഷകളെല്ലാം അറ്റുപോയി. നല്ല നിലയിൽ കുടുംബം നോക്കുകയും ഓട്ടോറിക്ഷ ഓടിച്ച് വരുമാനം കൊണ്ട് കുടുംബം നല്ല രീതിയിൽ നടത്തുകയും ചെയ്യുന്ന വ്യക്തി തന്നെയായിരുന്നു കൊല്ലപ്പെട്ട മാത്യു എബ്രഹാം. എന്തായാലും മറിയാമ്മ ബഹളം വെച്ച ആളെല്ലാം കൂടി ഏതായാലും കേസ് രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ കോടതിയിൽ അതിൻ്റെ ട്രയൽ നടക്കുകയാണ്. കോട്ടയത്തെ അഡീഷണൽ ഡിസ്ട്രിക്ട് കോർട്ടിലാണ് 2ലാണ് ഈ കേസിൻ്റെ ട്രയൽ. 2021 ഡിസംബർ 14 സംഭവമാണ്. ഏതായാലും 4 വർഷത്തിന് ശേഷം
അല്ലെങ്കിൽ 3.5 വർഷത്തിന് ശേഷം ഇപ്പം അതിൻ്റെ ട്രയൽ തുടങ്ങുന്നു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുണ്ട് സിറിൽ തോമസ് പാറപ്പുറം, അദ്ദേഹമാണ് കേസ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ആ കുട്ടി കോടതി മൊഴി കൊടുത്തു. അച്ഛനെ അമ്മ വെട്ടിക്കൊല്ലുന്നത് കണ്ടു എന്ന്. അതിനുശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി തമിഴ്നാട്ടിൽ പോയി. ബോഡി മെട്ടുകാരിയാണ് ഈ പെൺകുട്ടി. അനാഥാലയത്തെ കോട്ടയത്ത് വളർന്ന കുട്ടിയാണ്. താളം തെറ്റിയ മനസ്സ് ഇവർക്കുണ്ടെന്ന് പിന്നീടാണ് ഇയാൾക്ക് മനസ്സിലായത്. അനാഥാലയത്തിലെ ആരും ഇവരുടെ ആ വിവരം പറഞ്ഞുമില്ല എന്ന് പറയുന്നു. ഏതായാലും മാനസികാസ്വസ്ഥം കാണിച്ചപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. കാണിച്ചപ്പം അത് മരുന്ന് കൊടുത്ത് ചികിത്സിക്കാൻ തുടങ്ങാനാണ് മനസ്സിലായത് താൻ പറ്റിക്കപ്പെടുകയായിരുന്നു എന്ന്. റോസന്ന എന്ന ഇവർ ബോഡി മെട്ടുകാരിയാണെങ്കിലും 1-2 പ്രാവശ്യം വീട്ടിൽ നിന്ന് കാണാതെ പോയി. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഇവരെ പിടിച്ചുകൊണ്ട് വന്നു. ഏതായാലും കുതിരവട്ടത്ത് തൃശ്ശൂർ കൊണ്ടുപോയി ചികിത്സിപ്പിക്കണം എന്ന് ഇദ്ദേഹം കരുതി. കാരണം തന്നെ കൊലപ്പെടുത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഏതായാലും മകനിപ്പോൾ 9ാം ക്ലാസ്സിലായി. ഇവരുടെ അസ്വസ്ഥം കാരണം രാത്രി ഉറങ്ങിക്കിടന്ന ആളെ കഴുത്തിന് വെട്ടുകയാണ് ഉണ്ടായത്. ഏതായാലും ആ കേസിലെ കൃത്യമായ മൊഴി ആ മകൻ രേഖപ്പെടുത്തി കോടതിന് മുമ്പാകെ. കേസ് 21-ാം തീയതി അടുത്ത തിങ്കളാഴ്ച വെച്ചിരിക്കുകയാണ്. ഏതായാലും ഇവരൊരു മാനസിക അസ്വസ്ഥത്തിൻ്റെ പുറത്താണ് ഈ കൊലപാതകം നടത്തിയതെന്ന് കോടതിക്ക് ബോധ്യപ്പെടും എങ്കിൽ അവരെ വീണ്ടും ചികിത്സയ്ക്ക് അയക്കും. എന്തായാലും ഇവരെ കൊലപ്പെടുത്തിയ ശേഷം സ്വബോധത്തോടെ മോനെ വിളിച്ച് നാടുവിട്ടു പോയി അവർ. അതൊരു പ്രസക്തമായ ചോദ്യമാണ്. കൊല്ലുന്ന സമയത്ത് ഇവർക്ക് യാതൊരു മാനസിക സ്വാസ്ഥ്യമില്ല എന്ന് പറയേണ്ടി വരും. ഇവരെ കൊല്ലാനും വെട്ടാനും സബ്സിക്വൻ്റ് കോണ്ടാക്റ്റ് അനുസരിച്ച് ഇവർ വീട് വിട്ട് പോയി, ഒളിവിപ്പോയി. അത് സബ്സിക്വൻ്റ് കോണ്ടാക്റ്റാണ്. അപ്പോൾ അവർക്ക് സുബോധമുണ്ട്. അതിൻ്റെ ആ കൊലപാതകത്തിൻ്റെ ശിക്ഷ എന്താണെന്ന് അവർക്കറിയാം, അതിൻ്റെ ഫലം എന്താണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് കുഞ്ഞു കൊച്ചിനെയും വിളിച്ചുകൊണ്ട് അവർ ഒളിവിപ്പോയത്. ഏതായാലും തമിഴ്നാട്ടിൽ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്തു. കുട്ടിയെ ഇപ്പം ബന്ധുക്കളാണ് വളർത്തുന്നത്. അവനിപ്പോൾ 9ാം ക്ലാസ്സിലായി. അമ്മയ്ക്കെതിരെ കൃത്യമായ മൊഴി കൊടുത്തു. ആ കേസ് തീർച്ചയായിട്ടും ഒരു ജീവപര്യന്തം തടവിന് പോകും എന്ന് തന്നെയാണ് കരുതുന്നത്. ആ മകൻ അച്ഛനെ അതുപോലെ ഇഷ്ടപ്പെട്ടിരുന്നു. ആ അച്ഛനെയാണ് അവർ കൊന്നത്. കാരണം അവരുടെ വീട്ടിലെ ഒരാളെയും അവർ കയറ്റില്ലായിരുന്നു. അവരുടെ വീട്ടിൽ വരുന്നവരെ ഒക്കെ വരാൻ പലർക്കും താല്പര്യമില്ലായിരുന്നു. അവരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. അനാഥാലയത്തിൽ വളർന്നുകൊണ്ട് ഒരു മാനസിക അസ്വാസ്ഥ്യം ഉണ്ടെന്നുള്ള വിവരം തീർച്ചയായിട്ടും അവർ പറയണമായിരുന്നെങ്കിൽ, ഭർത്താവിനടുത്ത് പറഞ്ഞതെങ്കിൽ കുറച്ചുകൂടെ പ്രിക്കോഷനൊക്കെ എടുത്തേനെ. അതിനവസരം ഉണ്ടായില്ല. ഇവർ ഈ പ്രസവത്തിന് ശേഷം എങ്ങാനും ഉണ്ടായതാകാം എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും. ഏതായാലും കോട്ടയം മെഡിക്കൽ കോളേജിൽ കാണിച്ച് ചികിത്സിക്കുകയും ചെയ്തു. ചികിത്സിപ്പിച്ചുകൊണ്ടിരുന്നു. കൂടുതൽ വഷളായപ്പം കുതിരവട്ടത്ത് കൊണ്ടുപോകാനും മാനസികമായി അയാൾ തയ്യാറെടുത്തു എന്നുള്ളതാണ്. ആ മനുഷ്യസ്നേഹി എന്തായാലും ഈ മാനസിക അസ്വസ്ഥം ഉള്ളവരെ ഉപേക്ഷിച്ചില്ല. അവരെ ചികിത്സിച്ച് തൻ്റെ കൂടെ നിർത്തണം തന്നെയുള്ള സതുദ്ദേശം തന്നെയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടായിരുന്നല്ലോ അനാഥാലയത്തിലൊരു പെൺകുട്ടിയെ ഇയാൾ സ്വീകരിക്കാൻ കാരണം. ഇത് ആ നല്ല മനുഷ്യന് കിട്ടിയ അനുഭവം വളരെ തിക്തമായ അനുഭവം തന്നെയാണ് എന്ന് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്.